പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നടത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2026 ജാനുവരി മാസം 1-ാം തീയതി വരെയും എന്നെ കേൾക്കുന്നവരെ ഒരു പുതിയ വർഷത്തിൻ്റെ ആരംഭ ദിവസം, ആ പ്രഭാതത്തിലാണ് നാം നിൽക്കുന്നത്. എല്ലാവരെയും പുതുവത്സരാശംസകൾ ആശംസിച്ചുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമ്മൾ ഒരുമിച്ച് അടുത്ത് വരികയാണ്. മഹത്വത്തിൽ നിന്നും മഹത്വത്തിലേക്ക്. എന്നെ കേൾക്കുന്നവരെ, ഗ്ലോറി ടു ഗ്ലോറി. എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളും ഈ സമയത്ത് സന്തോഷത്തോടെ ഈ പദത്തെ നിങ്ങൾ സ്വീകരിക്കുക. മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്. പ്രിയരെ, പ്രാരംഭ വാക്യത്തിലേക്ക്. ഹഗായി പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. ഈ ആലയത്തിൻ്റെ പിന്നത്തെ മഹത്വം മുമ്പിലത്തേലും വലുതായിരിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുൾ ചെയ്യുന്നു. ഈ സ്ഥലത്ത് ഞാൻ സമാധാനം നൽകും എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുൾപ്പാട്. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. 2026 കുറിച്ച് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ 2025 ഞാൻ കേട്ടത് ദൈവമഹത്വം എന്നുള്ളതാണ്. എന്നാൽ 8-ാം മാസം കഴിയാൻ തുടങ്ങിയപ്പോൾ ദൈവമഹത്വം വർദ്ധിക്കുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായി. 11-ാമത്തെ മാസം വന്നപ്പോൾ ജീവിതത്തിനകത്ത് വലിയ നിലയിലുള്ള ചില കാര്യങ്ങൾ സംഭവിച്ചു. പ്രത്യേകിച്ച് വലിയ ചില കോൺഫറൻസുകളിലേക്ക് പോകാനൊക്കെ ദൈവം സഹായിച്ചു. ആ നിലയിൽ നിൽക്കുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, മഹത്വം വർദ്ധിക്കുമെന്നുള്ളത്. എന്നെ കേൾക്കുന്നതിലുണ്ടെങ്കിൽ ഒരുമിച്ച് ഈ വാക്യത്തെ സ്വീകരിക്കുക. മഹത്വം വർദ്ധിക്കുമെന്ന് ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവിനോട് വ്യക്തമായി സംസാരിച്ചു. നിന്റെ ആലയത്തിലെ പിന്നത്തെ മഹത്വം മുമ്പലത്തേക്കാൾ വലുതായിരിക്കും. എന്നെ കേൾക്കുന്ന ഓരോരുത്തരും ഈ സമയത്ത് വിശ്വസിക്കണം. ആലയത്തിലെ മഹത്വം, അല്ലെങ്കിൽ നിങ്ങളായിരിക്കുന്ന തലത്തിൽ മഹത്വം വർദ്ധിക്കാൻ പോവുകയാണ്. മഹത്വം വർദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നതിനുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് സ്വീകരിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. അതേ നിലയിൽ തന്നെ നിന്നുകൊണ്ട് മഹത്വം വർദ്ധിക്കുന്നുള്ള ഒരു തലം കൊണ്ടൊന്ന് തുറക്കുകയാണ്. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ഈ വാക്യം ശ്രദ്ധിക്കുമ്പോൾ നമ്മളെല്ലാം പെട്ടെന്ന് ചിന്തിക്കുന്നത് നിത്യതയാണ്. നിത്യതയെക്കുറിച്ച് തന്നെ ചിന്തിക്കുമ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, എന്നിലും നിങ്ങളിലും വെളിപ്പെടാനിരിക്കുന്ന ആ തേജസ്സിൻ്റെ കനം, അല്ലെങ്കിൽ ആ തേജസ്സിനെ ഓർത്താൽ, എന്നിലും നിങ്ങളിലും വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലങ്ങളുടെ കഷ്ടം സാരമില്ലെന്ന് എണ്ണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെളിപ്പെടാൻ പോകുന്നത് നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ, ഇന്നലകളിൽ നിങ്ങൾ മഹത്വം കണ്ടു എങ്കിൽ ഇനി അങ്ങോട്ട് ഓരോ ദിവസവും അതിമഹത്വം കാണാൻ പോകുകയാണ്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിങ്ങൾ ദൈവത്തോട് അകലെയല്ല, നിങ്ങൾ ദൈവത്തോട് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാനൊന്ന് പറയാം. നമ്മുടെ വീട്ടിൽ നമ്മൾ സ്വിച്ചുകൾ ഓണാക്കിൽ ലൈറ്റുകൾ തെളിയും. ചില ലൈറ്റ് ആ റൂമിനെ മുഴുവൻ വലുതായി പ്രകാശിപ്പിക്കും. ആ ലൈറ്റ് നമ്മോട് പറയുകയാണ് ഭയങ്കര വെളിച്ചമാണ്. ഭയങ്കര വെളിച്ചം എന്ന് പറഞ്ഞാൽ ആ ലൈറ്റിനോട് നമുക്ക് പറയാനുള്ളത് സൂര്യൻ്റെ അത്രയും വരുമോ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ നാം കടന്നു പോകുന്ന ചില കഷ്ടങ്ങളെ കണ്ട് എല്ലാം വലുതാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ
നിങ്ങൾ സൂര്യനെ ശ്രദ്ധിച്ചാൽ എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ വെളിപ്പെടാനുള്ള തേജസ് എന്ന് പറയുന്നത് ഭയങ്കര വലിപ്പമുള്ളതാണ്. ഹല്ലേലൂയ. ആ വലിപ്പമുള്ള തേജസ്സിനെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാനൊന്ന് ഉപമിക്കുകയാണ്. നിങ്ങളുടെ വീട്ടിൽ ലൈറ്റിനെയും സൂര്യനെയും ഒന്ന് കാണുക. വീട്ടിലെ ലൈറ്റ് എത്രത്തോളം വെളിച്ചവും ചൂടും ഉണ്ടോ ആ ലൈറ്റ് എന്ന് സൂര്യനോട് പറയുകയാണ്, എൻ്റെ വെളിച്ചം വലുതാണെന്ന് പറഞ്ഞാൽ സൂര്യൻ ചിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, നിങ്ങൾ കടന്നു പോകുന്ന കഷ്ടപ്പാടിൽ, നിങ്ങൾ കടന്നു പോകുന്ന വേദനയിൽ ഈ പ്രഭാതം മുതൽ അതിനെ സാരമില്ലെന്ന് എണ്ണണം. നിങ്ങൾ അതിനെ നോക്കിയിട്ട് പറയണം, ഇതിനേക്കാൾ വലിയൊരു തേജസ് ഈ ദിവസങ്ങളിൽ എന്നിൽ വെളിപ്പെടാൻ പോവുകയാണ്. ഞാൻ ആ വലിയ മഹത്വം, ആ വലിയ തേജസ്സിനെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കേ. ഇതാ പഴയ നിയമത്തിൽ ഏഷ്യാവ് വിളിച്ചു പറയുകയാണ്, സ്വർഗവും ഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ആ വാക്യം നമുക്ക് ഒരുമിച്ചൊന്ന് ശ്രദ്ധിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 3-ാമത്തെ വാക്യം. ഒരുത്തനോട് ഒരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. ഈ വചനം പ്രവാചകനിലൂടെയാണ് നാം കേൾക്കുന്നത്. നമ്മളാരും നേരിട്ട് സ്വർഗതലങ്ങൾ കണ്ടിട്ടില്ല. പക്ഷേ ഈ വചനം യേശയ്യാവ് നമ്മോട് പറയുന്നത് താൻ കണ്ടതാണ്. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ഇതുവരെയും കേട്ടതിനും അപ്പുറത്തായി 2026 ചിലത് കാണാൻ പോവുകയാണ്, ചിലത് നിങ്ങൾ സ്പർശിക്കാൻ പോവുകയാണ്, ചിലത് നിങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ്. ഒന്ന് വിശ്വസിക്കുന്നതിനുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട്, കേട്ടതിനേക്കാൾ വലിപ്പമാണ് കണ്ടത്, കേട്ടതിനേക്കാൾ വലിപ്പമാണ് തൊട്ടത്, കേട്ടതിനേക്കാൾ വലിപ്പമാണ് രുചിച്ചറിഞ്ഞത്. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവൻ. വിശ്വസിക്കുന്നതിനുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് വിശ്വസിച്ചുകൊണ്ട് വിളിച്ചു പറയാം, ഇന്നലകളിൽ കേട്ടതിനേക്കാൾ വലിപ്പത്തിൽ ചിലവർ കാണാൻ പോവുകയാണ്. അങ്ങനെ കാണാൻ പറ്റുന്ന നിലയിൽ മഹത്വം വർദ്ധിക്കാൻ തുടങ്ങിയാൽ മഹത്വത്തിനകത്ത് വലിയ അടയാളങ്ങൾ വെളിപ്പെട്ട് വരും. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയ കാനാവിലെ കല്യാണ വീട്ടിൽ മഹത്വം വെളിപ്പെട്ടു. ആ മഹത്വം വെളിപ്പെട്ടത് അവിടെ നിൽക്കുന്ന എല്ലാവർക്കും അടയാളമായി, അവർ കാണക്കത്ത രീതിയിൽ വെളിപ്പെട്ടു. ചിലവർ അത് കണ്ടു, ചിലവർ അത് രുചിച്ചു. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇതൊരു കേൾവിയിൽ തീരുന്നതല്ല, മഹത്വം വെളിപ്പെടാൻ തുടങ്ങിയാൽ. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന ഓരോ കുടുംബങ്ങളും, ഓരോ വ്യക്തികളോടും, ഓരോ സഹോദരനോടും പറയുകയാണ്, നിങ്ങൾ കേൾക്കാൻ പോവുകയല്ല, മഹത്വം നിങ്ങൾ കാണാൻ പോവുകയാണ്, മഹത്വം നിങ്ങൾ സ്പർശിക്കാൻ പോവുകയാണ്, മഹത്വം നിങ്ങൾ രുചിക്കാൻ പോവുകയാണ്. കാരണം മഹത്വം വർദ്ധിച്ചാൽ, മഹത്വം വെളിപ്പെട്ടാൽ നമുക്കത് കാണാൻ തക്കവണ്ണം അത് തുറന്നു വരും. അങ്ങനെ ഉണ്ടെങ്കിൽ 2026 ആരുടെ സാക്ഷ്യമല്ല നീ പറയാൻ പോകുന്നത്, നീ ചിലത് കണ്ടെന്ന് പറയാൻ പോവുകയാണ്, നീ ചിലത് തൊട്ടെന്ന് പറയാൻ പോവുകയാണ്. കാരണം ഇതാ മഹത്വം വർദ്ധിക്കാൻ പോകുന്നു, ഇതാ മഹത്വം വെളിപ്പെട്ട് വരാൻ പോകുന്നു. ഇങ്ങനൊരു പദം പറഞ്ഞ് ഞാൻ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യഹോവയെ കാത്തിരുന്നവൻ ശക്തിയെ പുതുക്കുന്നു, കഴുകനെ പോലെ ചിറകടിച്ച് കയറാൻ എന്ന് പറഞ്ഞാൽ മഹത്വം ശക്തിയോടെ വെളിപ്പെട്ടാൽ നീ ഇന്ന് കാണുന്ന അനുഭവത്തിൽ നിന്ന് ഒന്നുകൂടെ ഉയരാൻ പോവുകയാണ്. ഉയരുന്ന അനുസരിച്ച് കാഴ്ചയുടെ തലങ്ങൾ വർദ്ധിക്കും. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് നിങ്ങൾ കാൽവയ്ക്കാൻ പോവുകയാണ്. കാണുന്ന രീതിയിൽ, ചിലത് തൊടുന്ന രീതിയിൽ, ചിലത് രുചിക്കുന്ന രീതിയിൽ. ഇതാ കേൾവിയിൽ തീരുകയല്ല, നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത് വെളിപ്പെട്ട് വരാൻ പോകുന്നു. മഹത്വം വർദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നതിനുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കണ്ണുകൾ നടക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ജീവിതത്തിനകത്തും മഹത്വം വർദ്ധിക്കട്ടെ, ദൈവപ്രവർത്തികൾ വർദ്ധിക്കട്ടെ, കർത്താവിൻ്റെ കരുതലുകൾ വർദ്ധിക്കട്ടെ. യേശുവേ, ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് തന്നെ വലിയ വർധനവ്, ഇന്ന് തന്നെ ഇവർ അസാധാരണ ദൈവപ്രവർത്തികൾ ഇപ്പോൾ ഇവർ ജീവിതത്തിൽ കാണാൻ പോവുകയാണ്. ഇവർ കാണാൻ പോകുന്നു, ഇവർ തൊടാൻ പോവുകയാണ്, ഇവർ ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിച്ചതിനായി മമ്മി. ആമേൻ, ആമേൻ. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ എന്നെ കേൾക്കുന്നവരെ ഈ യൂട്യൂബ് ലിങ്കുകൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ വാട്സാപ്പ് വഴി സെൻഡ് ചെയ്ത് കൊടുക്കണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ ഒരു കാര്യം ഓർപ്പിക്കുന്നു, എല്ലാ ദിവസവും ഇന്ത്യൻ സമയം വൈകിട്ട് 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധന നടക്കുകയാണ്. നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു, നിങ്ങൾ കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ, ആമേൻ.